കമ്മിറ്റി തെരഞ്ഞെടുക്കുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. എല്ലാ രക്ഷകർത്താക്കളുടെയും സഹകരണമൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആനിവേഴ്സറിയൊക്കെ വളരെ ഭംഗിയായി സ്നേഹമുള്ള രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, നമ്മുടെ ഈ അധ്യയന വർഷത്തെ, അതായത് 2024-25 വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഒരു ജനറൽ ബോഡി മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 160 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്ന വീടുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഈ സ്വാഗതം പറയുന്നതിന് മുമ്പ് അടുത്ത എല്ലാ കുട്ടികൾക്കും അത് പാഠപുസ്തകങ്ങളിലായാലും പല കാര്യങ്ങളും വിജയത്തിൽ എത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നു. നമുക്ക് ഈ കലോത്സവങ്ങളിലൊക്കെ ഓവറോൾ സംസ്കൃതത്തിനും അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിനൊക്കെ ഓവറോളൊക്കെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രമേളകളിലും അതുപോലെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്വിസ് പ്രോഗ്രാം മറ്റ് പങ്കെടുത്ത മെച്ചപ്പെട്ട് തന്നെ ആണ് നിൽക്കുന്നത്. വെളിയം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ടാണ് നമുക്ക് ഇത് അറിയപ്പെടാൻ കഴിയുന്നത്. എവിടെ നിന്നാലും നമുക്ക് കായല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല, ഏത് സ്കൂളിൽ ചെന്നാലും അവരോട് ചോദിക്കുക കായല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. എല്ലാവർക്കും നല്ലൊരു, കാരണം ആ കുട്ടികൾക്ക് ആ എഴുത്തിലായാലും വായനയിലായാലും നല്ല രീതിയിൽ അറിയാൻ കഴിവുള്ള കുട്ടികളാണ്. ആ രീതിയിലാണ് നമ്മൾ ആ കുട്ടികളെ നമ്മൾ ഇവിടെ നിന്നും പുറത്തേക്ക് വിടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കണം. ഒരു പേരൻസിൻ്റെ ഭാഗത്ത് ആ രീതിയിൽ ഒരു വിഷമവും വേണ്ട, നല്ല രീതിയിൽ ആയിരിക്കും നമ്മൾ കുട്ടികളെ 7ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നിന്നും പുറത്തേക്ക് നമ്മൾ വിടുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം കിട്ടിയോ. ആരെങ്കിലും ഒരു സ്പോൺസറെ നമുക്ക് കണ്ടെത്തണം. പിന്നെ കൂടാതെ വാൻ ഫീസിൻ്റെ കാര്യം, കുട്ടികളുടെ ഡാൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ PTA ഫണ്ട്, കമ്പ്യൂട്ടർ ഫീസ് എങ്ങനെയാണ് തരുന്നത്, വൃത്തിയായിട്ടാണോ തരുന്നത്, അരിയൊക്കെ നല്ലോണം വേവിച്ചാണോ തരുന്നത് എന്നൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കണം. അപ്പം നമ്മളെല്ലാവർക്കും പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ട് നടത്തി. പിന്നീട് നമ്മൾ ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം അത് വിശദമായിട്ട് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. റംബുട്ടാൻ്റെ തൈയൊക്കെ വാങ്ങിച്ച് നട്ട് അതൊക്കെ ഇപ്പോൾ ഒരുവിധം വളർന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ജൂൺ 19-ന് നമ്മുടെ വായനാ ദിനമാണ്. ഒരു മാസക്കാലം വായനാ മാസമായിട്ട് ആചരിച്ചു. അതിന് നമ്മുടെ അങ്കണ ഗ്രന്ഥശാലയിൽ നിന്ന് നല്ലൊരു സഹകരണം നമുക്ക് ഉണ്ടായിരുന്നു. പുസ്തകം കൊണ്ടുവരുന്നതിനായാലും കുട്ടികളെ വായിപ്പിക്കുന്നതിനായാലും. ഈ കാണുമ്പോൾ വളരെ ചെറിയ സ്കൂളാണ്, കുറച്ച് സ്റ്റാഫേ ഉള്ളൂ, 10 പേരൊക്കെ ഉള്ളൂ ഞങ്ങൾ. എന്നാലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ മുൻപന്തിയിലാണെന്ന് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. ഗാന്ധിഭവൻ സന്ദർശനം കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ പേരൻസിനെ സംബന്ധിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഈ ദിനാചരണങ്ങളും അതൊന്നും നമുക്ക് പേരൻസിന് എല്ലാം ഫസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു IT മേഖലയിൽ. അപ്പോൾ അത് ശാസ്ത്രമേളയുടെ പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് ലഭിച്ചിരുന്നു. പിന്നീട് IT-യിൽ പെയിൻറ്റിങ്ങിൽ അതിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ക് നിർമ്മാണം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവിടുത്തെ PTA വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച പരിചയത്തിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ, ടീച്ചർ വിട്ടുപോയ USS പരീക്ഷ, നല്ല രീതിയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് USS പരീക്ഷ. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രവർത്തനം, നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കൾ നൽകിയ സംഭാവനകളുമായിട്ടാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനം ഇറങ്ങിത്തിരിച്ചത്. കഴിഞ്ഞ ഒരു PTA കഴിഞ്ഞ വർഷക്കാലം ഒരു PTA എടുത്തപ്പോൾ ആ PTA-യിൽ വന്ന 2 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗാന്ധിഭവൻ യാത്രയും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിനെ സഹായിക്കണമെന്നുള്ള ബോധ്യം നമ്മുടെ രക്ഷിതാക്കളുടെ ഇടയിൽ ഉണ്ടാവുകയും ആ കുട്ടിയെ സഹായിക്കുകയും വാർഷികത്തെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, അറിഞ്ഞു പറയാത്തതായ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ
ആളുകൾ പറയുന്നത് പേര് സംസ്കൃത വിദ്യാലയം. എന്നാൽ ആ സംസ്കൃത വിദ്യാലയത്തിൽ നടക്കുന്ന നന്മയായ പ്രവർത്തനം വളരെ വലിയ രീതിയിലാണ് സമൂഹം ഏറ്റെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം 75 കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരാൻ കാരണം ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും ഈ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള മാറ്റം ഈ സ്കൂളിലുണ്ടായത്. ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചു. നമ്മുടെ കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായ ഒരു സംവിധാനം വരുന്ന വർഷം ഈ സ്കൂളിൽ നടത്തുന്നതിനുള്ള പ്രധാന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ ഇവിടുത്തെ 5 മുതൽ 7ാം ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ഈ വർഷം ഒരു 5 കോഴിക്കുഞ്ഞും അതിന്റെ തീറ്റയും കൊടുക്കുന്നൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും എക്സിക്യൂട്ടീവ് ഉണ്ടാവും. 1-2 അംഗങ്ങളുടെ പേര് കൂടിയതുണ്ട്. എല്ലാം കിട്ടുന്നുണ്ടോ? നോക്കിയാ